ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1336 ദിവസമായ ഇന്ന് 2025 ജനുവരി മാസം 10 വെള്ളിയാഴ്ച, 1200 ആണ്ട് ധനുമാസം 26. ഗുരുവചനങ്ങളിലൂടെ. വളർത്തമ്മ പ്രയാസപ്പെട്ടെങ്കിലും ശിശുവിനെ 5 വയസ്സുവരെ നല്ല ചിത്രങ്ങൾ, പ്രതിമകൾ ഇവ കാണിച്ചും ലാളിച്ചും നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തും മഹാന്മാരുടെ കഥകൾ കേൾപ്പിച്ചും നല്ല ആഹാരം കൊടുത്തും നല്ല വാക്കുകൾ പറഞ്ഞും പറയിച്ചും നല്ല വസ്ത്രങ്ങളും അലങ്കാരങ്ങളും അണിയിച്ചും വളർത്തേണ്ടതാണ്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ എൻ കുമാരനാശൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകത്തിലെ 12ാം അധ്യായത്തിലെ 1-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഏതാനും ദിവസം കൊണ്ട് സ്വാമി ആ മഹാരോഗത്തിൽ നിന്നും അതിനെ തുടർന്നുണ്ടായ ഉപദ്രവങ്ങളിൽ നിന്നുമെല്ലാം അത്ഭുതകരമാവണ്ണം രക്ഷപ്പെട്ടു. മുമ്പൊരിക്കൽ യോഗം ശീലിച്ചു കൊണ്ടിരുന്ന കാലത്ത് നെയ്യാറ്റിൻകരക്കടുത്ത് അരുമാനൂർ എന്ന ഗ്രാമത്തിൽ വെച്ച് സ്വാമിക്ക് ഇതുപോലെ വിഷൂചിക ബാധിച്ചു. അന്ന് സകല ചികിത്സകളും നിർത്തി സ്വാമി സ്വസ്ഥമായിരുന്നപ്പോൾ രോഗം പെട്ടെന്ന് മാറി സുഖം വന്നതായി കേട്ടിട്ടുണ്ട്. പ്രസിദ്ധ ഡോക്ടറായ റാവു സാഹിബ് കെ കൃഷ്ണൻ അവർകൾ സ്വാമിയെ ആലുവയിൽ നിന്ന് ചികിത്സയ്ക്കായി പാലക്കാട്ട് കൊണ്ടുപോയി താമസിപ്പിച്ചിരുന്ന അവസരത്തിൽ അവിടുത്തെ സ്വജനങ്ങളുടെ വകയായി സ്ഥലത്ത് ഒരു ക്ഷേത്രവും സഭയും ഏർപ്പെടുത്തുന്നതിനെ പറ്റി ചില ആലോചനകളെല്ലാം നടന്നു. ധനു 8 സ്വാമി അവിടെ ഒരു ക്ഷേത്രത്തിനായി ആഘോഷപൂർവ്വം കുറ്റി തറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം സ്വാമി കോഴിക്കോട്ടെത്തി. സ്വാമിയെ സ്വീകരിപ്പാൻ കോഴിക്കോട്ടെ സ്വജനങ്ങൾ ചെയ്തിരുന്ന ഏർപ്പാടുകൾ സ്തുത്യർഹങ്ങളായിരുന്നു. 12 കാലത്ത് അതികേമമായ ആഘോഷത്തോടുകൂടി സ്വാമി കോഴിക്കോട്ട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് കുറ്റി തറച്ചു. 15 രാവിലെ ആനി ഹാളിൽ വെച്ച് സ്ഥലം തിയോസഫി സഭയിലെ അംഗങ്ങളും വിദ്വാൻമാരുമായ ഏതാനും ബ്രാഹ്മണരും നായന്മാരും ചേർന്ന് സ്വാമിക്ക് ഒരു മംഗളപത്രം സമർപ്പിച്ചു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.